Explicit solution എന്ന് വെച്ചാൽ a solution in which the dependent variable is expressed solely in terms of the independent variable and constants is said to be an explicit solution. ഒരു സൊല്യൂഷൻ y എന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എക്സിൻ്റെയും കോൺസ്റ്റൻസിൻ്റെയും മാത്രം ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയാൽ അതിനെ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ y ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ, y ഈക്വൽ ടു മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇങ്ങനെ എക്സിൻ്റെയും കോൺസ്റ്റൻസിൻ്റെയും ടേംസിൽ വൈനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞു. അതിനാൽ നമ്മളിതിന് സൊല്യൂഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ എന്ന് പറയാൻ പറ്റും. എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻസ് എന്ന് വിളിക്കാൻ പറ്റും. ഇനി ഇംപ്ലിസിറ്റ് സൊല്യൂഷൻസ് എന്താണെന്ന് നോക്കാം. എ റിലേഷൻ g of xy equals 0 is said to be an implicit solution of an ordinary differential equation on an interval I, provided that there exists at least one function phi that satisfies the relation as well as the differential equation on I. ഒരു റിലേഷനെ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും ടേംസിലുള്ള ഒരു ഇക്വേഷനെ നമുക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ സച്ച് ദാറ്റ് ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ റിലേഷൻ ഒരു ഇൻ്റർവെൽ പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എക്സിസ്റ്റ് ചെയ്യുകയും വേണം. എന്നിട്ട് ആ ഇക്വേഷൻ നമ്മുടെ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. അങ്ങനെ നമുക്കൊരു ഇൻ്റർവെൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഇക്വേഷനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതേ എക്സാമ്പിളിൽ എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതാണ് y ഡാഷ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ബൈ വൈ എന്ന നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ, ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻസ് നമ്മൾ മുമ്പ് കണ്ടതാണ്. y is equal to square root of 1 minus x square, y is equal to minus square root of 1 minus x square. x square plus y square is equal to 1 എന്നുള്ളതിൽ y എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വൈയെ എക്സിൻ്റെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്ത സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ ആയിട്ടും പറയാം. ആ റിലേഷനായ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് ഇംപ്ലിസിറ്റ് സൊല്യൂഷൻ ആയിട്ടും പറയാം. നമ്മൾ എന്താണ് ഇവിടെ വെരിഫൈ ചെയ്യേണ്ടത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനായ y ഡാഷ് ഇസ് ഈക്വൽ ടു 2xy സ്ക്വയർ എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷനാണ് y ഇസ് ഈക്വൽ ടു 1/4 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. മാത്രമല്ല എക്സിനെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടും y ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ടും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർവെല്ലിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കുകയും വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷനായിട്ട് എഴുതാൻ പറ്റണമെങ്കിൽ നമ്മൾ y ഇസ് ഈക്വൽ ടു സ്ക്വയർ 1/4 മൈനസ് എക്സ് സ്ക്വയർഡ് എന്നുള്ളത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത് എവിടേക്കാണ്? എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 2 അല്ലേ? ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല. അപ്പോൾ 4 മൈനസ് എക്സ് സ്ക്വയർഡ് ഒരിക്കലും 0 ആവാൻ പാടില്ല, അതായത് 4 എക്സ് സ്ക്വയർഡ് ആവാൻ പാടില്ല. എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 2 അല്ലേ? ഈ കേസിൽ എക്സ് നോട്ട് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് 2 എന്ന കേസിലാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത്, ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഡൊമീനിൽ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 1/4 മൈനസ് എക്സ് സ്ക്വയർഡ്. നിങ്ങൾക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് കോഷ്യൻ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർഡ് എന്നുള്ളതാണ്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x/4 മൈനസ് എക്സ് സ്ക്വയർഡ് ഹോൾ സ്ക്വയർഡ് എന്നുള്ളതാണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു 1/4 മൈനസ് എക്സ് സ്ക്വയർഡ് ഹോൾ സ്ക്വയർഡ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 4 മൈനസ് എക്സ് സ്ക്വയർഡ് ഹോൾ സ്ക്വയർഡ് എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു y ആണല്ലോ. ഓക്കെ, സോ ദാറ്റ് y ഡാഷ് ഈസ് ഈക്വൽ ടു 2xy എന്നുള്ളത് കിട്ടി. സോ ഗിവൺ സൊല്യൂഷൻ y ഈസ് ഈക്വൽ ടു 1/4 മൈനസ് എക്സ് സ്ക്വയർഡ് ഹോൾ സ്ക്വയർഡ് ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് ഈസ് ഈക്വൽ ടു 2xy സ്ക്വയർഡ്. ഓക്കെ, ഇനി y ഈസ് ഈക്വൽ ടു 1/4 മൈനസ് എക്സ് സ്ക്വയർഡ് എന്നുള്ളതിൻ്റെ ഡൊമെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 2 ആൻഡ് -2 ആണല്ലോ. ഇനി ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു 1/4 മൈനസ് എക്സ് സ്ക്വയർഡ് ഡിഫറൻഷ്യബിളും അല്ല ഡിഫൈൻഡും അല്ല എക്സ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു -2 എന്നുള്ള പോയിൻറ്റ്സ്. ഓക്കെ, അങ്ങനെ ഇരിക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇൻ്റർവെല്ലിൽ 1+2ഉം -2ഉം വരാൻ പാടില്ല. ഓക്കെ, ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും വരാൻ പറ്റും. അപ്പോൾ ഇൻ്റർവെൽ
നമുക്ക് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇൻ്റർവെൽ എന്ന് പറയാൻ പറ്റുന്നവ ഏതായിരിക്കും? -∞ തൊട്ട് -2 വരെ വരുന്ന ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാം. ഇവിടെ ഡിഫറൻഷ്യബിളും കണ്ടിന്യൂസും എക്സിസ്റ്റ് ചെയ്യുന്നതുമാണ്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ഇൻ്റർവെല്ലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് -2 to 2 എന്നുള്ള ഇൻ്റർവെല്ലാണ്. ഓക്കെ, അല്ലെങ്കിൽ 2 കണ്ടെയ്ൻ ചെയ്യാത്തൊരു ഇൻ്റർവെല്ലായ to ∞ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ ഇൻ്റർവെൽസ് ഇൻ വിച്ച് the function is the solution is defined. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു f of x y y dash is equal to 0 എന്നുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഇങ്ങനെ കിട്ടുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് ആർബിട്രറി കോൺസ്റ്റൻസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആയ സി കൂടെ കാണാൻ പറ്റാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ഉൾക്കൊള്ളുന്ന സൊല്യൂഷൻ കണ്ടെയ്നിങ് ആൻ ആർബിട്രറി കോൺസ്റ്റൻറ്റ് can be represented as g of x y c. ഓക്കെ, ഇങ്ങനെ കോൺസ്റ്റൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ വൺ പാരാമീറ്റർ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. A solution containing an arbitrary constant represents as a set g x y c equal to 0 of solutions are called one parameter family of solutions. Okay, when solving an nth order differential equation f of x y y dash y nth derivative of y equals 0, we get an n parameter family of solution g of x y c1 c2 etc cn equals 0, and this is called n parameter family of solutions. Okay. Moreover, if every solution of the nth order ordinary differential equation on an interval I can be obtained from an n parameter family of solutions by appropriate choices of the parameters, this family is called the general solution of the ordinary differential equation. And a solution of a differential equation that is free of arbitrary parameters are called particular solution of the ordinary differential equation. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി എന്നുള്ളത് ഒരു ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ജനറൽ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയാ? y ഡാഷ് പ്ലസ് y ഈക്വൽ 0, y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ 0 എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് y is equal to sin x plus c എന്നുള്ളത് y dash is equal to cos x എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, ഇനി y is equal to sin x plus c എന്നുള്ളത് y dash plus cos x എൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നിരിക്കെ y is equal to sin x എന്നുള്ളതും y dash is equal to cos x എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. മാത്രമല്ല y is equal to sin x plus 1 എന്നുള്ളതും കറസ്പോണ്ടിങ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ തന്നെയാണ്. y is equal to sin x plus 0.5 എന്നുള്ളതും ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷനാണ്. അപ്പം sin x എന്നുള്ളതും sin x plus 1 എന്നുള്ളതും sin x plus 0.5 എന്നുള്ളതും y dash is equal to cos x എന്നുള്ളതിൻ്റെ സൊല്യൂഷൻസ് ആണ്, പെർട്ടിക്കുലർ സൊല്യൂഷൻസ് ആണ്. അതേസമയം y is equal to sin x plus c എന്നുള്ളത് y dash plus equal to cos x എന്നുള്ളതിൻ്റെ ജനറൽ സൊല്യൂഷനുമാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എടുക്കുകയാണെങ്കിൽ അവരുടെ ജനറൽ സൊല്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഓഫ് സൊല്യൂഷൻസിൽ നിന്നും നമുക്ക് ചില സൊല്യൂഷൻസ് കിട്ടാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ചിലതിൽ അത് ജനറൽ സൊല്യൂഷന് പുറമെ ഒരു സൊല്യൂഷനും കൂടെ എക്സിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, y ഡാഷ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 എന്നുള്ളതിൻ്റെ ജനറൽ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഓഫ് സൊല്യൂഷൻസ് എടുക്കുകയാണെങ്കിൽ y ഈക്വൽ ടു സി എക്സ് മൈനസ് സി സ്ക്വയർഡ് എന്നുള്ളതാണ്. ഇതിനകത്ത് സിക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എല്ലാ സൊല്യൂഷൻസും കിട്ടും, വിച്ച് ആർ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടുള്ള ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. ഇനി അതേസമയം നമുക്ക് y ഈക്വൽസ് എക്സ് സ്ക്വയർഡ് ബൈ 4 എന്നുള്ളതും തന്നിട്ടുള്ള ഗിവൺ
ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷേ ഇതൊരു പാരബോളയാണ് അല്ലേ. ഇതിനകത്ത് y = x²/4 എന്നുള്ളത് ഈ ജനറൽ സൊല്യൂഷനകത്ത് നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു എക്സ്ട്രാ സൊല്യൂഷനാണ്. അപ്പോൾ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് y = x²/4 എന്നുള്ളതിനെ നമുക്കൊരു സിംഗുലാർ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്. സിസ്റ്റം ഓഫ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 2 ഇക്വേഷൻസ് ഉണ്ടാവാം, 2 അല്ലെങ്കിൽ മോർ ദാൻ 2 ഇക്വേഷൻസ് ഉണ്ടാവാം. അതിനകത്ത് എന്ത് വരണം? ഡെറിവേറ്റീവ്സ് ഓഫ് അൺനോൺ ഫംഗ്ഷൻസ് വരണം. കണ്ടോ, dx/dt dy/dt എന്നുള്ള അൺനോൺ ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യണം. വിച്ച് ആർ ഫങ്ഷൻസ് ഓഫ് സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ സേ ടി. ഇവിടെ എക്സും വൈയും സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ ടിയുടെ ഡെറിവേറ്റീവ്സ് ആണ്. ഫങ്ഷൻസ് ആണ്. അതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസിനെയാണ് സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. dx/dt = f(x, y), dy/dt = g(x, y) എന്നുള്ളതിൽ x = 5(1t), y = 5(2t) എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് സൊല്യൂഷൻസ് ആയിട്ട് പറയുന്നത്. ഇവിടെ x = cos 2t + sin 2t + 1/5e⁻t and y = -cos 2t - sin 2t - 1/5e⁻t എന്നുള്ളത് തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനായ d²x/dt² = 4y + e⁻t and d²y/dt² = 4x - e⁻t എന്നുള്ളതിൻ്റെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഈ ഇക്വേഷന് നമുക്ക് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ dx/dt എടുക്കുമ്പോൾ d²x/dt² എന്നും കിട്ടുന്നു.